വൈ ഡെസിബൽ ഈസ് യൂസ്ഡ്? ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡെസിബൽ എന്ന സംഭവം ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ ഡെസിബൽ നമ്മൾ ഉപയോഗിച്ചത് രണ്ട് പോയിൻറ്റുകളിലുള്ള സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഗെയിനോ ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോസോ ഗെയിനോ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഈ ഡെസിബൽ ആയതുകൊണ്ട് അത് എളുപ്പമാണ്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കാൻ ഈ കറസ്പോണ്ടിങ് പോയിൻ്റിലുള്ള എല്ലാ ഡെസിബൽ വാല്യൂസും കൂടെ ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. ഫോർ എക്സാമ്പിൾ ഇത് നോക്ക്, നമ്മളിവിടെ നേരത്തെ നമ്മൾ 2 പോയിൻ്റ് കണക്കിലെടുത്തോളൂ. ഓക്കെ, എന്നിട്ട് 10 log P2/P1 to the base 10 എന്ന് പറഞ്ഞു അല്ലേ, എൻ്റെ ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വി ആർ ഹാവിങ് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ്. ഹൗ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ഗെയിൻ ഓർ ദ ലോസ്? ഓക്കെ, ഇത് സിമ്പിളാണ്. നമ്മൾ ഓരോ പോയിൻറ്റിലെയുമുള്ള ഓരോ പോയിൻറ്റിലുള്ള ലോസോ അല്ലെങ്കിൽ ഗെയിനോ കണ്ടുപിടിച്ച് വയ്ക്കുക. കണ്ട, point 1 to point 2 the loss is -3 dB, point 2 to point 3 the gain is 7 dB, point 3 to point 4 the loss is -3 dB. Okay, so the resultant gain or the resultant loss can be calculated by just adding or subtracting this value. ഇത് നമ്മൾ ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ -3 + 7 -3. ഓക്കെ, ദാറ്റ് ഈസ് 7 - 6, അതായത് 1 dB. ഇപ്പോൾ 1 dB ആണ് അതിൻ്റെ റിസൾട്ടൻ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, സിഗ്നലിൻ്റെ റിസൾട്ടൻ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഈസ് 1 dB. ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് ഡെസിബൽ. എന്തുകൊണ്ടാണ് ഡെസിബൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ നമുക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തുകൾ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഗെയിൻ ഓർ റിസൾട്ടൻ്റ് ലോസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഡെസിബൽ. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ വി ഓൾറെഡി കംപ്ലീറ്റഡ് attenuation. The second factor is distortion. What do you mean by distortion? Distortion means that the signal changes its form or shape. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സംഭവത്തിൻ്റെ ഡിസ്റ്റോർഷൻ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what do you mean by that? The shape has changed. അതിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ കോമ്പോസിറ്റ് സിഗ്നൽ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാകുന്നത് ഏതിലാണ്? കോമ്പോസിറ്റ് സിഗ്നൽ. വാട്ട് യു മീൻ ബൈ കോമ്പോസിറ്റ് സിഗ്നൽ? ഇറ്റ് ഈസ് എ സിഗ്നൽ ഹാവിങ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ഓർ മൾട്ടിപ്പിൾ സിഗ്നൽസ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് അല്ലേ, അതാണ് കോമ്പോസിറ്റ് സിഗ്നൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ഡിസ്റ്റോർഷൻ ഈസ് ഒക്കറിങ് ഇൻ എ കോമ്പോസിറ്റ് സിഗ്നൽ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. Each signal component has its own propagation speed through a medium and therefore its own delay in arriving at the final destination. അതായത് പല ഫ്രീക്വൻസീസ് ഉള്ള സിഗ്നൽ ഉള്ളതുകൊണ്ട് ഈ എല്ലാ സിഗ്നൽസിനും പല പ്രൊപ്പഗേഷൻ സ്പീഡാണ്. അപ്പോൾ പല പ്രൊപ്പഗേഷൻ സ്പീഡ് ആയതുകൊണ്ട് പലതും പല സമയത്താണ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് ഡിസ്റ്റോർഷൻ വരുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സിഗ്നൽ, ഇപ്പോൾ ഇതൊരു ഇങ്ങനൊരു സിഗ്നൽ ഉണ്ടെന്ന് ചോദിക്കും. ഇതൊരു കോമ്പോസിറ്റ് സിഗ്നലാണ്. ഓക്കെ, ഇത് ഒരു കോമ്പോസിറ്റ് സിഗ്നലാണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സിഗ്നൽ എത്തുന്ന സ്പീഡ് വ്യത്യാസമുണ്ട്, ഇതെത്തുന്ന സ്പീഡ് വ്യത്യാസമുണ്ട്, ഇതെത്തുന്ന സ്പീഡും വ്യത്യാസമുണ്ട്. ഇതും മൂന്ന് സമയത്തായിരിക്കും റിസീവർ സൈഡിൽ എത്തുന്നത് അല്ലേ, മൂന്ന് സമയത്തായിരിക്കും റിസീവർ സൈഡിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, ഇതിൽ ഡിസ്റ്റോർഷൻ വരും. അങ്ങനെയാണ് നമുക്ക് ഈ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. അതായത് ഫേസ് ചേഞ്ച് ആവും, സിഗ്നലിൻ്റെ ഫേസ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് അറ്റ് ദ ഡെസ്റ്റിനേഷൻ സൈഡ്. ക്ലിയർ? അതാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഈച്ച് സിഗ്നൽ കമ്പോണൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രൊപ്പഗേഷൻ സ്പീഡ് ത്രൂ എ മീഡിയം ആൻഡ് ദെയർഫോർ ഇറ്റ്സ് ഓൺ ഡിലേ ഇൻ അറൈവിംഗ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. The signal component at the receiver have phases different from what they had at the center. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഫേസിൽ വ്യത്യാസം വരും. റിസീവ് ചെയ്യുന്ന സിഗ്നൽ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് ഫേസ് ഫ്രം വാട്ട് ദേ ഹാഡ് അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിൽ ഉണ്ടായതിനെക്കാട്ടിയും ഫേസ് വ്യത്യാസപ്പെട്ടായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്റ്റോർഷൻ. സോ ഡിസ്റ്റോർഷൻ ഈസ് നത്തിങ് ബട്ട് ദ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദ സിഗ്നൽ. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കുക, ദിസ് ഈസ് എ കോമ്പോസിറ്റ് സിഗ്നൽ. അപ്പോൾ ഇത് സെൻട്രൽ സൈഡിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇതൊരു ഫ്രീക്വൻസി, ഇത് വേറൊരു ഫ്രീക്വൻസി, ഇത് വേറൊരു ഫ്രീക്വൻസി. ഇനി നോക്കുക റിസീവർ സൈഡിൽ എങ്ങനെയാണ് നോക്കുക. റിസീവർ സൈഡിൽ ഈ സിഗ്നലിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സിഗ്നൽ നോക്ക്, ഫേസ് മാറിയിട്ടുണ്ട് അല്ലേ, ഇതിൻ്റെ ഫേസ് മാറിയിട്ടുണ്ട്.
ഇതിൻ്റെ ഫേസും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഔട്ട് ഓഫ് ഫേസ്. ക്ലിയർ? അപ്പം അങ്ങനെ കിട്ടുന്ന കോമ്പോസിറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് സിഗ്നലാണ്. ഇതിന്ന് നമ്മൾ ഈ 3 സിഗ്നൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ശരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഈസ് ദിസ് വൺ. ഫ്രം ദിസ് വി ഹാവ് എക്സ്ട്രാക്റ്റഡ് ദ ഓർ സ്പ്ലിറ്റഡ് ദ സെപ്പറേറ്റ് സിഗ്നൽസ്. ഓക്കെ, അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്താണ് ഈ 3 എണ്ണം. അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ കോമ്പോസിറ്റ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഈ സിഗ്നലിൽ ഫേസ് ഔട്ട് ഓഫ് ഫേസ് വരുന്നതാണ്. ഓക്കെ, ബിക്കോസ് the signals will be reaching at the destination at different times. That is the main reason. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സെൻഡ് ചെയ്ത കോമ്പോസിറ്റ് സിഗ്നൽ വിൽ ബി റിസീവറിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ട്, ഷേപ്പ് മാറിയിട്ടുണ്ട്. ദിസ് ഇസ് നോൺ ആസ് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ മെയിൻലി ഒക്കേഴ്സ് ഡ്യൂ ടു ഔട്ട് ഓഫ് ഫേസ്. ഓക്കെ, ഡ്യൂ ടു ദ ഔട്ട് ഓഫ് ഫേസ് ഫിനോമിനോൺ. ക്ലിയർ? The final and the last parameter is the noise. Okay, ഇപ്പോൾ attenuation കഴിഞ്ഞു, നമുക്ക് distortion കഴിഞ്ഞു. Next is noise. Noise is unnecessary information entering into the signal which can corrupt the signal. ഇപ്പോൾ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത ചില ഇൻഫർമേഷൻസ് നമ്മൾ സിഗ്നലിനകത്തോട്ട് കയറി വരുന്നതിനാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോയ്സുകൾ നമുക്ക് ഒരു 4 ടൈപ്പ് ഉണ്ട്. തെർമൽ നോയ്സ്, ഇൻഡ്യൂസ്ഡ് നോയ്സ്, ക്രോസ് ടോക്ക്, ഇമ്പൾസ് നോയ്സ്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ വാട്ട് ഡു യു മീൻ ബൈ നോയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പറയേണ്ട ഡെഫിനേഷൻ എന്ന് പറയുന്നത് നോയ്സസ് ആർ unnecessary information or unwanted signal entering our data signal which can corrupt our signal. Okay, unwanted information that enters the signal which can corrupt the signal. Okay, the thermal noise എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം thermal noise is the random motion of electrons in wire which creates extra signal. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ തെർമൽ നമുക്ക് ഈ കേബിളിൽ ചില അഡീഷണലായിട്ട് ചില ഇലക്ട്രോൺസ് കയറി വരും. ഓക്കെ, ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു, വിച്ച് ക്രിയേറ്റ്സ് ആൻ എക്സ്ട്രാ സിഗ്നൽ. ഓക്കെ, ഇതിനകത്ത് ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്, ഇതിനകത്തുള്ള നമുക്ക് ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിൽ ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ദർ ക്യാൻ ബി ചാൻസ് ഓഫ് ക്രിയേറ്റിംഗ് എക്സ്ട്രാ സിഗ്നൽസ്. ദാറ്റ് ഈസ് നോൺ ആസ് തെർമൽ നോയ്സ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് നോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഈ മോട്ടോഴ്സും അപ്ലയൻസസ് ഒക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും സിഗ്നൽസ് കയറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മോട്ടോഴ്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും നമ്മുടെ കോയിലിൽ നിന്ന് എന്തെങ്കിലും ഈ ഇലക്ട്രോ മാഗ്നറ്റിക്സം വഴി ഏതെങ്കിലും അഡീഷണലായിട്ട് ഏതെങ്കിലും സിഗ്നൽസ് നമ്മുടെ ഇതിനകത്ത് കയറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മളിപ്പം നമ്മളെ മൊബൈൽ ഫോൺ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മൾ ഏതെങ്കിലും ഒരു സ്പീക്കറിൻ്റെ സൈഡിൽ വല്ലതും കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ആ സ്പീക്കറിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു നോയ്സ് സിഗ്നൽ നമ്മുടെ മൊബൈലിൻ്റെ സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡക്ഷൻ ഉണ്ടാക്കും, ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഇൻഡ്യൂസ്ഡ് നോയ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒറിജിനൽ സിഗ്നലിൻ്റെ അകത്ത് ഇതുപോലത്തെ വേറെ നോയ്സുകൾ കയറി വരുന്നതിനാണ് ഇൻഡ്യൂസ്ഡ് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ അത് തന്നെയാണ്. മൊബൈൽ ഫോൺ നമ്മൾ ഒരു സ്പീക്കറിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ആ സിഗ്നൽ ഉണ്ടാകുന്ന ഒരു നോയ്സാണത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് നോയ്സ്. ക്രോസ് ടോക്ക് ഈസ് എ എഫക്റ്റ് ഓഫ് വൺ വയർ ഓൺ ദ അതർ. ഓക്കെ, ഇപ്പോൾ ക്രോസ് ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ കേബിളിലെല്ലാം നമുക്ക് മൾട്ടിപ്പിൾ കേബിൾസാണ് പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഡാറ്റ കേബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കേബിളല്ല, മൾട്ടിപ്പിൾ കേബിൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ക്രോസ് ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഓരോ കേബിളിലും ഓരോ വയറിലും ഓരോ ഇൻഫർമേഷനാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രോസ് ടോക്ക് എന്ന് പറയുമ്പോൾ ഈ കേബിളിലുള്ള സാധനം ചിലപ്പം ഈ കേബിളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കേബിളിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻ വിൽ ബി പാസിങ് ത്രൂ നെക്സ്റ്റ് കേബിൾ. അല്ലെങ്കിൽ ഈ കേബിളിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻ വിൽ ബി പാസിങ് ത്രൂ ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ക്രോസ് ടോക്ക്. അത് ഈ വയേഴ്സിലാണ്, ഇലക്ട്രിക്കൽ വയേഴ്സിലാണ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ക്രോസ് ടോക്ക്.
അപ്പോൾ ക്രോസ് ടോക്ക് ഈസ് എ എഫക്റ്റ് ഓഫ് വൺ വയർ ഓൺ അതർ. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ഇമ്പൾസ് നോയ്സ്. ഇമ്പൾസ് നോയ്സ് എന്ന് പറയുന്നത് കറണ്ടായിട്ട് നമുക്ക് ഏതെങ്കിലും അർജൻറ്റായിട്ട് ഏതെങ്കിലും ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ഹൈ എനർജി നമ്മുടെ സിഗ്നലിലേക്ക് കയറി വരുമ്പോഴാണ് ഈ സ്പൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിനായിട്ട് നമ്മുടെ പവർ ലൈൻസിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മിന്നലെല്ലാം വെട്ടുമ്പോഴത്തേക്കും ലൈറ്റ്നിങ് വരുമ്പോഴത്തേക്കും ആ ലൈറ്റ്നിങ്ങിൻ്റെ ഇത് കാരണം നമുക്ക് അഡീഷണലായിട്ട് സിഗ്നൽസ് കയറി വരും. ഓക്കെ, അതിനകത്ത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് കയറി വരും ആ പവർ ലൈൻസിൽ. ഓക്കെ, അത് നമ്മുടെ ഹോം അപ്ലയൻസിനെയൊക്കെ അതിനെ ബാധിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പൾസ് നോയ്സ്. സോ ഇമ്പൾസ് നോയ്സ് ഈസ് എ സ്പൈക്ക് ഓർ എ ഹൈ എനർജി that is entering into our original data signal or original power lines. Clear? അപ്പോൾ ഇതൊക്കെയാണ് അറിയേണ്ടത്. തെർമൽ നോയ്സ്, ഓക്കെ, ഇൻഡ്യൂസ്ഡ് നോയ്സ്, ക്രോസ് ടോക്ക്, ഇമ്പൾസ് നോയ്സ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് നോയ്സസ് that is occurring in the cables or in the transmission medium. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല that is signal to noise ratio. ഓക്കെ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. SNR ഈക്വൽ ടു ആവറേജ് സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ ആവറേജ് നോയ്സ് പവർ. ഓക്കെ, SNR സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ആവറേജ് സിഗ്നൽ പവർ, നമ്മൾ ഒറിജിനൽ സിഗ്നൽ പവറും അതിൻ്റെ ഡിവൈഡഡ് ബൈ നോയ്സിൻ്റെ പവർ, അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് SNR എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ SNR ഈസ് ആക്ച്വലി ദ റേഷ്യോ ഓഫ് വാട്ട് ഈസ് വാണ്ടഡ്, അതായത് സിഗ്നൽ ടു വാട്ട് ഈസ് നോട്ട് വാണ്ടഡ്, ദാറ്റ് ഈസ് നോയ്സ്. നമുക്ക് വേണ്ട സാധനം ഡിവൈഡഡ് ബൈ വേണ്ടാത്ത സാധനം, ദാറ്റ് ഈസ് നോൺ ആസ് SNR. ഓക്കെ, ഇപ്പോൾ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ സിഗ്നലാണ്, അതിൻ്റെ പവർ ഡിവൈഡഡ് ബൈ അതിൽ കയറി പറ്റിയ നോയ്സിൻ്റെ പവർ, അത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഗെറ്റിംഗ് SNR. ഓക്കെ, അപ്പോൾ ഇതിൽ കിട്ടുന്ന ചില ഇൻഫറൻസ് ആണ്. ഹൈ SNR എന്നാണെങ്കിൽ, ഹൈ SNR വാല്യൂ ആണെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ്? അതിനകത്ത് നോയ്സ് നോയ്സ് കുറവാണെന്നുള്ളതാണ്. ദ സിഗ്നൽ ഈസ് ലെസ് കറപ്റ്റഡ് ബൈ നോയ്സ്. അതായത് SNRൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? നമ്മുടെ സിഗ്നലിൻ്റെ പവർ കൂടിയിരിക്കുമ്പോഴാണ് SNRൻ്റെ വാല്യൂ കൂടി വരുന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് നോയ്സ് കുറവാണ് എന്നാണ് അർത്ഥം. SNRൻ്റെ വാല്യൂ കുറവാണെങ്കിൽ, ലോ SNR മീൻസ് ദ സിഗ്നൽ ഈസ് മോർ കറപ്റ്റഡ് ബൈ നോയ്സ്, അല്ലേ? SNRൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് ഈ വാല്യൂ നമ്മളെ ന്യൂമറേറ്റർ കുറവാണ്, ഡിനോമിനേറ്റർ കൂടുതലാണ്. അതായത് നോയ്സിൻ്റെ പവർ കൂടുതലും നമ്മുടെ ഒറിജിനൽ സിഗ്നലിൻ്റെ പവർ കുറവാകുമ്പോഴാണ് നമുക്ക് SNRൻ്റെ വാല്യൂ കുറവ് വരുന്നത്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ സിഗ്നൽ ഈസ് മോർ കറപ്റ്റഡ് ബൈ നോയ്സ്. ഓക്കെ, ഇപ്പോൾ നോയ്സ് കൂടുതലാണ് എന്നാണ് അർത്ഥം. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പോൾ SNR കൂടുതലാണെങ്കിൽ സിഗ്നലിൻ്റെ നോയ്സ് കുറവാണ്, SNR കുറവാണെങ്കിൽ സിഗ്നലിൻ്റെ നോയ്സ് കൂടുതലാണ്. ക്ലിയർ? Now SNR is the ratio of two powers. അപ്പോൾ SNR എന്ന് പറയുന്നത് രണ്ട് പവേഴ്സിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡെസിബലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് SNR എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പവേഴ്സ്, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാട്ടായിരിക്കും. ഇപ്പോൾ ആവറേജ് സിഗ്നൽ പവർ ചിലപ്പം ഒരു മില്ലി വാട്ടിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നോയ്സ് പവർ അതുപോലെ മില്ലി വാട്ടിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ SNR റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും ആ യൂണിറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഇതിനെ നമുക്ക് DBയിലോട്ട് കൺവേർട്ട് ചെയ്യണം. DBയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വി ആർ ഹാവിങ് എ ഫോർമുല SNR DB. SNR DB ഈക്വൽ ടു 10 log SNR to the base 10. 10 log SNR to the base 10 ആണ് അതിൻ്റെ ഫോർമുല. Because SNR is a ratio of two powers, it is often described in decibel unit. SNR DB is defined as 10 log SNR to the base 10. Okay, now let us see a few problems. A power of the signal is 10 milliwatt. The power of the noise is 1 milliwatt. What is the value of SNR and SNR DB? Okay, അപ്പോൾ വാല്യൂ ഓഫ് ദ SNR DB നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ SNRൻ്റെ ഫോർമുല അറിയാം. SNRൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു, ആവറേജ് സിഗ്നൽ പവർ ഡിവൈഡ് ബൈ നോയ്സ് പവർ. ഓക്കെ, നമ്മുടെ ഒറിജിനൽ സിഗ്നൽ പവറിൻ്റെ സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സിൻ്റെ പവർ. അപ്പോൾ ഇവിടെ സിഗ്നലിൻ്റെ പവർ എന്ന് പറയുന്നത് പവർ ഓഫ് ദ സിഗ്നൽ ഈസ് 10 milliwatt. അപ്പോൾ 10 milliwatt ന്യൂമറേറ്റ് എഴുതുന്നു. നോയ്സിൻ്റെത് 1 milliwatt, അത് 1 milliwatt നമ്മൾ താഴെ എഴുതുന്നു. ഓക്കെ, അപ്പം SNR നമുക്ക് കിട്ടി, 10 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. ഇനി SNR DBയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10 log
SNR to the base 10 ആണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ അതിൽ നമ്മൾ SNRൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ SNR dB ഈക്വൽ ടു 10 log 10 to the base 10. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് SNR ആൻഡ് SNR dB ഫോർ എ നോയ്സ്ലെസ് ചാനൽ. നോയ്സ് ഇല്ലാത്ത ഒരു ചാനലിൻ്റെ SNRും SNR dB വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ആൻസർ? ഇത് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ SNR എടുക്കുക. SNRൻ്റെ ഫോർമുല എന്താണ്? നമ്മുടെ സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ. ഇവിടെ നോയ്സ് ഉണ്ടോ? ഇല്ല, നോയ്സ് ഈസ് 0. വി ക്യാൻ പുട്ട് ജസ്റ്റ് 0. അപ്പോൾ എനിത്തിങ് ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ SNRൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ SNR dB അതുപോലെ നമുക്ക് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 3 കാര്യങ്ങളാണ്. സിഗ്നൽ ലോസ് ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് വരുന്ന അല്ലെങ്കിൽ സിഗ്നൽ ലോസ് ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണ് അറ്റന്യൂവേഷൻ, നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ. ഓക്കെ, അപ്പം ഈ അറ്റന്യൂവേഷനിൽ നമുക്ക് ആ പ്രോബ്ലംസ് ഫോർമുല നല്ലപോലെ പഠിക്കുക. ഓക്കെ, അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ ഡിസ്റ്റോർഷൻസിലും അത് ചോദിക്കും. ഓക്കെ, ക്ലിയർ? താങ്ക് യു.